ഹലോ കൂട്ടുകാരെ, ചെടികള് ചെടിയൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടില്ല. പക്ഷേ നോക്കിയേ, മഞ്ഞക്കൊങ്ങിണി വേണ്ട. നമ്മൾ അന്ന് ചെറിയ വെണ്ടത്തൈയൊക്കെ കാണിച്ചത് ഇപ്പോൾ വലിയ വെണ്ടത്തൈകളായി. വേണ്ട, അത്രയും പൊക്കം വെച്ച് കായും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ കവറിൽ പാകി പിടിപ്പിച്ചതാണ്. ബോഗൺവില്ലയുടെ പർപ്പിൾ കളറിലെ കവറിൽ പാകി പിടിപ്പിച്ചത് അതൊക്കെ. ഇത് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് നോക്കി, പുതിയത് വന്നത് എത്രയായി. ഇപ്പുറത്തും വന്നിട്ടുണ്ട്. വേണ്ട, ഇത് വഴുതനങ്ങ. ഇതൊക്കെ പടവലമാണ്. കയറിയണത് പന്തലില് കയറിയണത് പടവലമാണ്. പടവലം കയറി ഇതെങ്ങനെ പൂത്തി, നിറയെ പൂത്തിയിട്ടുണ്ട്. കാ വിരിഞ്ഞു തുടങ്ങണേ ഉള്ളേ. ഒരു വഴുതനങ്ങ, ഇത് നീല വഴുതനങ്ങ. പിന്നെ മുളക് തൈ. ഞാൻ ബക്കറ്റിൽ ഒരു ചേന അതിൻ്റെ കൂടെ ഒരു ചേമ്പും കൂടി മുളച്ച് വെക്കണ്ടേ. താഴെ ഒരു ചേന ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉള്ളി കണ്ടോ, സവാള പുതിന. പിന്നെ ഇഞ്ചി നട്ടേക്കണതാണ്. ഇത് ഞാൻ ഗ്രോ ബാഗില് ഇതെൻ്റെ ചതുരപ്പയറാണ്. ഇത് കണ്ട, അത് പടർന്ന് കയറി മുകളിലെത്തി. ഇത് ഞാനൊരു വെള്ളരി കണ്ടാണ്. ചെറിയ വെള്ളരിക്ക് ഉണ്ടായി കിടക്കണ കണ്ടോ. ഇതെൻ്റെ നിത്യവഴുതനങ്ങയാണ്. ഇതുണ്ട്, ഇതെല്ലാം പടർന്നത്. ഇത് നോക്ക്, ഒക്കെ മുകളിൽ കയറി പന്തലേ കയറിയത് മുട്ടുണ്ടായി തുടങ്ങി. എല്ലാത്തിലും പൂവായി തുടങ്ങി. ഇതെൻ്റെ ബീൻസാണ്. ബീൻസിനൊക്കെ അതെ പൂത്തി തുടങ്ങി. ഇത് കണ്ട, ബീൻസ് ഞാൻ വള്ളിയൊക്കെ കെട്ടിക്കൊടുത്തു. പക്ഷെ കുറ്റി ബീൻസ് അല്ലേ, അതങ്ങനെ അധികം പൊങ്ങൂല. അങ്ങനെ പിന്നെ അതെ എൻ്റെ റോബസ്റ്റ വാഴ അന്ന് കാണിച്ചില്ലേ, അത് ഇത്രയായേ. പിന്നെ അവിടെ വെണ്ടയുണ്ട്, ചീരയുണ്ട്, പീച്ചിലുണ്ട്, മത്തയുടെ ഇതുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ട്. നമ്മൾ കാച്ചിൽ നട്ടത് കാണിച്ചില്ലായിരുന്നോ അന്ന്. അത് നോക്കിയേ, പടർന്ന് പ്ലാവേല് കയറി മേളിലെത്തി. അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ വേണ്ട, ബോഗൺവില്ല ഞാൻ കവറിൽ പാകി പിന്നെയും പിടിപ്പിച്ചതാണ്. അതെനിപ്പം നട്ട് ഗ്രോ ബാഗിൽ നട്ടേക്കണം. അതെന്ത് മുളക് തൈ പാകി നിർത്തിയേക്കണതാണ്. പിന്നെ ഉള്ളത് നമുക്ക് ഇതൊക്കെ മുളക് തൈ പാകി നിർത്തിയതെല്ലാം പറിച്ച് നട്ടേക്കണതാണ്. ഞാൻ പിന്നെ ആദ്യം കുറച്ച് മുളക് തൈയൊക്കെ പാകിയത് ഞാൻ നട്ടത് കാണിച്ചായിരുന്നു, ചെറുത്. അതൊക്കെ ഇത്രയായേ. മുളകുണ്ടായി തുടങ്ങി. ഇതുണ്ട്,
വെയില്. ഓക്കെ, ഇന്ന് ഇത്രയേ ഉള്ളേ.